കട്ടപ്പന നഗരസഭ മൈതാനിയിൽ നടക്കുന്ന ഫെസ്റ്റുമായി ബന്ധപ്പെട്ട നടപടികളിൽ ക്രമക്കേട് ആരോപിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നതോടെ ഇന്ന് നടന്ന അടിയന്തര കൌൺസിലിൽ ബഹളം. എക്സിബിഷൻ എന്ന പേരിൽ ലഭിച്ച കത്ത് കൌൺസിൽ അംഗീകരിച്ച ശേഷം ഫെസ്റ്റ് സംഘടിപ്പിച്ചുവെന്നാരോപിച്ച LDF അംഗം KP സുമോദാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. ക്രമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ലെന്ന് നഗരസഭാ അധ്യക്ഷൻ ജോയി വെട്ടിക്കുഴി കൌൺസിലിന് മറുപടി നൽകി. നിലവിൽ ക്രമവിരുദ്ധമായ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വിജിലൻസ് അന്വേഷണവും നഗരസഭാ അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. നഗരസഭ കൌൺസിലിനെ തെറ്റിദ്ധരിപ്പിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ജീവനക്കാർക്കെതിരെ പഞ്ചായത്ത് ഓംബുഡ്സ്മാന് പരാതി നൽകണമെന്നും KP സുമോദ് ആവശ്യപ്പെട്ടു. കൌൺസിൽ യോഗത്തിന്റെ തീരുമാനവും പ്രദർശന അനുമതിക്ക് മാത്രമാണ് നൽകിയിരുന്നതെങ്കിൽ, സ്റ്റാളുകളുടെ പ്രദർശന അനുമതിക്ക് മാത്രമാണ് ഞങ്ങളെല്ലാവരും കൌൺസിൽ യോഗം അനുവാദം നൽകിയിരുന്നെങ്കിലും ചില ബന്ധപ്പെട്ട ആളുകൾ ഇടപെട്ടുകൊണ്ട് അതിന്റെ അകത്ത് കൃത്യമായ അഴിമതി നടന്നിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഒരു ദിവസം 1 ലക്ഷം രൂപ വരുമാനമുണ്ടായിരുന്ന ഫെസ്റ്റ് ഇപ്പൊ മേളയ്ക്ക് അനുമതി കൊടുത്തതിന്റെ പേരിൽ, എക്സിബിഷൻ നടത്താൻ ഒരു മേളയ്ക്ക് അനുമതി കൊടുത്തതിന്റെ പേരിൽ ആ മേള എന്നുള്ളത് ഫെസ്റ്റാക്കി മാറ്റുകയും അതിന് കൌൺസിലിന്റെ അനുവാദം ഇല്ല, കൌൺസിലിന്റെ അനുവാദമില്ലാതെ അത് ഫെസ്റ്റാക്കി മാറ്റുകയും 7000 രൂപയും GSTക്കുമാണ് പ്രതിദിനം എന്നുള്ള രൂപത്തില് ഇപ്പോ ഇവിടെ ഈ ഫെസ്റ്റ് അരങ്ങേറിയിട്ടുള്ളത്. മുൻ വർഷങ്ങളിൽ 1 ലക്ഷം രൂപ ദിവസ വാടക വാങ്ങിയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. എന്നാൽ ഇത്തവണ 7000 രൂപയാണ് വാടകയെന്നും ഇത് ക്രമക്കേടാണെന്നും ആരോപിച്ച BJP, കേരള കോൺഗ്രസ് M അംഗങ്ങളും രംഗത്ത് വന്നതോടെ കൌൺസിലിൽ ബഹളം ഉയർന്നു. മുൻവർഷം നടന്ന ഫെസ്റ്റുകളിൽ സംഘാടകരുടെ കയ്യിൽ നിന്നും ചില നഗരസഭാ അംഗങ്ങൾ പണം വാങ്ങിയിരുന്നതായി നഗരസഭാംഗം ഷാജി കൂത്തോടി ആരോപിച്ചു. കോൺഗ്രസ് I ഗ്രൂപ്പ് അംഗങ്ങൾ കൌൺസിലിൽ നിന്നും വിട്ടുനിന്നും ശ്രദ്ധേയമായി. കമ്മിറ്റിയിലേക്ക് വന്നതിനകത്ത് ഈ കാണുന്ന എല്ലാ സംഭവങ്ങളും അതിന്റെ ഇതിലുണ്ടായിരുന്നു. പക്ഷേ കൌൺസിലേക്ക് വന്നപ്പോൾ അത് വെറും എക്സിബിഷൻ മാത്രമായി മാറി. അതിനുവേണ്ടി അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും അതിനകത്ത് നമ്മളെ ബോധിപ്പിച്ചിട്ടില്ല. സത്യം പറഞ്ഞ 35 കോൺഗ്രസ് ഉൾപ്പെടെ 35 കൌൺസിലേഴ്സിനെയും പറ്റിക്കുകയാണ്. അത് ആരാണ് പറ്റിച്ചത്, എവിടുന്നാണ് അതിന്റെ തുടക്കം എന്നത് അടിയന്തരമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതായിരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ അടുത്ത കൌൺസിൽ വിളിക്കാൻ പറഞ്ഞു. ക്രമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ലെന്ന് നഗരസഭാ അധ്യക്ഷൻ ജോയി വെട്ടിക്കുഴി കൌൺസിലിന് മറുപടി നൽകി. തീരുമാനം അന്വേഷിക്കട്ടെ. ഇതിനകത്ത് ക്രമവിരുദ്ധമായി എന്തെങ്കിലും തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? ക്രമം വിട്ടുള്ള തീരുമാനം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ? ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നഷ്ടം മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഈ കാര്യം അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് അതിനകത്ത് തീരുമാനമെടുക്കട്ടെ. കാരണം ഇത് നമുക്ക് പൊതുജനങ്ങളെയും നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടല്ലോ. പൊതുജനങ്ങൾ അന്വേഷണം നടത്തി അതിന്റെ എന്താണ് എന്നുള്ളത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയുടെ മുഖം അതോടുകൂടി വളരെ കൃത്യമാകും. നമ്മൾ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഏതാണ്ട് കുഴപ്പം കാണിച്ചിട്ടുണ്ട്, അത് മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അന്വേഷണത്തെ ഭയപ്പെടുന്നു എന്നുള്ള നിലയിലാണ് അത് വരുന്നത്. അന്വേഷണത്തെ മുനിസിപ്പാലിറ്റി ഭയപ്പെടുന്നില്ല. മുൻവർഷം നഗരസഭാ അംഗം കൂടിയായ സിജോമോൻ ജോസ് നടത്തിയ ഫെസ്റ്റിൽ നഷ്ടമുണ്ടായതിനാൽ വാടക ഇനത്തിലെ 8 ലക്ഷം രൂപ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം കത്ത് നൽകിയിരുന്നു. അതിൽ 4 ലക്ഷം രൂപ ഒഴിവാക്കി നൽകി. നിലവിൽ ക്രമവിരുദ്ധമായ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വിജിലൻസ് അന്വേഷണവും നഗരസഭാ അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.